നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ആണ് ഇവിടെ തുടങ്ങുന്നത്. മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്, പൂജകളും മന്ത്രങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നെഗറ്റീവ് എനർജി വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. വരുന്നവർ പലതരം ആൾക്കാരാണ്. നിങ്ങൾ ഈ ചാനലിലെ അംഗങ്ങളായാലാണ് നിങ്ങളുടെ കാർഡുകൾ വരിക, നിങ്ങളുടെ എനർജി വരിക, നിങ്ങളുടെ റീഡിംഗ് ആവുക, നിങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാവുക, പോസിറ്റീവ് എനർജി കിട്ടുക. അതിനൊക്കെ വേണ്ടിയാണ് സബ് ചെയ്യുമെന്ന് പറയുന്നത്. ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം. താഴെ നിങ്ങളുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ നക്ഷത്രമോ പങ്കാളിയുടെ പേരോ എന്തെങ്കിലും ഒന്ന് എഴുതുക. പലരും പറയുന്നുണ്ട് വിളിച്ചു എന്നൊക്കെ. പലരും കമൻ്റ് ഇടുന്നതിൽ ഒരാളോ രണ്ടാളോ എങ്കിലും എന്നെ വിളിച്ചു, ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്നുണ്ട്. അതൊരു പോസിറ്റീവ് റിസൾട്ടാണ്. എൻ്റെ കാർഡുകളുടെ ശക്തിയാണോ അതോ ഇവിടെ വരുന്ന എനർജിയുടെ ശക്തിയാണോ എന്നറിയില്ല. നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരുന്നു. അത് അന്നോ പിറ്റേന്നോ നടക്കുന്നു. പല ആളുകൾക്ക് മാറ്റം ഉണ്ടാവുന്നു, പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള കാർഡുകളുടെ ശക്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ വരുന്ന പോസിറ്റീവ് എനർജി. അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ മാത്രം കാര്യമാവണമെന്നില്ല. ഇവിടെ പ്രണയം മാത്രമാണ് നോക്കുന്നത്. നിങ്ങളുടെ ബന്ധം എന്താണ്, റിലീജിയൻ എന്താണ്, പ്രായം എന്താണ്, ഒന്നും ഇവിടെ ചോദിക്കുന്നേ ഇല്ല. നിങ്ങൾ പ്രണയിക്കുന്നുണ്ടോ, ഒരാളെ കാത്തിരിക്കുന്നുണ്ടോ, അവരുടെ പ്രണയത്തിനെക്കുറിച്ചാണ് പറയുന്നത്. അവസാനം വരെ പ്രണയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇടയ്ക്ക് മാത്രം 2-3 മെസ്സേജുകൾ വേറെ തരുന്നുണ്ട്. അത് കേൾക്കാനുള്ളവർ അത് കേൾക്കുക. എന്നാൽ അവസാനം വരെയും പലതരം കാർഡുകൾ എടുക്കുന്നുണ്ട്. എല്ലാം കാണുക. നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മാത്രം കാര്യം അറിയാൻ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അവിടെ വന്നാൽ പേയ്മെൻ്റ് ഉണ്ട്, പരിഹാരങ്ങളും പറഞ്ഞു തരും. ഇനി നമുക്ക് ഇന്നത്തെ ഒറാക്കിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ 2 പെൻഡക്കളാണ്. ചാഞ്ചാടി കളിക്കുന്ന ആളാണ്. 5 കപ്പാണ്, വിരഹം. 3 മടങ്ങിയിരിക്കുന്ന ഒരുപാട് ശത്രുക്കളോ കാര്യങ്ങളോ. സണ്ണ് വന്നു. സണ്ണും 3 ഒരേ കാർഡുകളിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്, ഒരേ സെറ്റിൽ നിന്ന്. 6 വാണ്ട്. നമുക്ക് മാറ്റാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതേ കാർഡ് തന്നെ വേറെ ഏതെങ്കിലും കാർഡുകൾ വരും. 3 സോഡ്സ്. അപ്പം ഞാൻ ഇനി വിചാരിക്കുന്നത് നെഗറ്റീവായാലും പോസിറ്റീവായാലും എടുക്കുക എന്നുള്ളതാണ്. കർക്കിടകം രാശി വന്നു. ഇനി സ്വപ്നം കാണുന്ന ഡ്രീം, യെസ് എന്ന കാർഡ് വന്നു. ഡെത്ത് കാർഡ് വന്നു. ഞാൻ മാറ്റുന്നില്ല, മാറ്റിയിട്ട് കാര്യമില്ല, അത് കിട്ടാനുണ്ട് ആ എനർജി. 2 കപ്പ് വന്നു. ഒരു കാർഡും ഞാൻ ഇനി മാറ്റില്ല. 4 വാണ്ട് വന്നു. ഇതൊക്കെയാണ് കാർഡുകൾ. തിരുവാതിര, ചോതി, ചതയം, മകയിരം, ചിത്തിര, അവിട്ടം, അത്തം, രോഹിണി, തിരുവോണം. ഇതൊക്കെയാണ് നാളുകൾ. 2 വന്നിട്ടുണ്ട് 2 തവണ. 4 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്, 18 വന്നിട്ടുണ്ട്, 19 വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്. അപ്പോൾ 2, 3, 4, 5 എന്ന് പറയുന്നതാവും നല്ലത്. ഇതെല്ലാം വന്നിട്ടുണ്ട്. നിങ്ങളുടെ നമ്പറുകളുമായി എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ അവരുടെയോ ഫോൺ നമ്പർ, വീട്ടു നമ്പർ, വാഹനത്തിൻ്റെ നമ്പർ, എന്തെങ്കിലും ഒന്ന്, ഡേറ്റ് ഓഫ് ബർത്ത്. ആദ്യത്തെ കാർഡ് തന്നെ 2 പെൻഡക്കളാണ്. കുറച്ച് കള്ളത്തരം കാണിക്കുന്ന, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ബന്ധമായിരിക്കും, കള്ളത്തരം കാണിക്കുകയല്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് സ്നേഹിച്ചു പോകാനേ അവർക്ക് സാധിക്കുന്നുണ്ടാവുള്ളൂ. എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഇരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് വല്ലപ്പോഴും വരാൻ മാത്രം പറ്റുന്നുള്ളൂ. അങ്ങനെ ആയിരിക്കാം. സ്നേഹമൊക്കെ ഒരുപാടുണ്ട്, വല്ലാത്ത ശൃംഗാരമൊക്കെ ഉണ്ട്. പക്ഷെ എപ്പോഴും കാണാൻ സാധിക്കില്ല, എപ്പോഴും വിളിക്കാൻ സാധിക്കില്ല. നിങ്ങൾ വിളിക്കുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജുകൾക്ക് മറുപടി തരാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ എന്താ ചെയ്യുക? ഇവിടെ മറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സാഹചര്യം പോലെ എടുത്തോളുക. അതേതുമാവാം. എണ്ണിപ്പെറുക്കി പറഞ്ഞുതരാനൊന്നും പറ്റില്ല. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്, ശത്രുക്കളുണ്ട്, 2 ജാതി 2 മതമാണ്, വീട്ടുകാർക്ക് താല്പര്യമില്ല, പങ്കാളികൾ ഉള്ളവരുണ്ട്, അവിവാഹിതരുണ്ട്, ദമ്പതികളുണ്ട്. ഇതിൽ ആരാണ് ഇവിടെ നിൽക്കുന്നത്, ആരാണ് കാണുന്നത്, ആർക്കൊക്കെയാണ് ഇതിൻ്റെ ആവശ്യം, ഇതൊന്നും എനിക്കറിയില്ലല്ലോ. ഞാനിവിടെ കിട്ടുന്നത് പറയുകയാണ്. അവർക്ക് എപ്പോഴും നിങ്ങളെ സ്നേഹിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വല്ലപ്പോഴും ഒന്ന് വന്നു പോകാനേ കഴിയുന്നുള്ളൂ. കാരണം അവരെ അടിമപ്പെടുത്തി അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അത്. ഈ കൺട്രോൾ ചെയ്യുന്നത് ജോലിയിലാവാം, അല്ലെങ്കിൽ വീട്ടുകാരാവാം, അതുമല്ലെങ്കിൽ പങ്കാളിയാവാം. ആരാണെന്ന് നിങ്ങൾക്കറിയാലോ. ആരാണ് അവരെ നിങ്ങളിൽ നിന്ന് എല്ലായ്പ്പോഴും കാണുന്നതിൽ നിന്ന് തടയുന്ന എന്ത് സാഹചര്യമാണ്, അതാണ് ഇവിടെ ചോദിക്കുന്നത്.
എപ്പോഴും ഇങ്ങനെ വന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാൻ കാരണം എസ് എന്ന കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അതിലെപ്പോഴും സ്വപ്നം കാണുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. മൂൺ, അതും സ്വപ്നം കാണുന്നതിനെയാണ് പറയുന്നത്. 5 കപ്പ് വിരഹത്തിനെയാണ് പറയുന്നത്. 2 കപ്പ് സ്റ്റാർട്ടിങ്ങിൽ എൻഡാവുക, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ തടസ്സങ്ങൾ വരിക, ആ സമയത്താണ് വരുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് അകലുന്ന മനസ്സില്ല. മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ കൂടെയാണ്, എന്നാൽ ശരീരം കൊണ്ട് നിങ്ങളിലേക്ക് എത്താൻ കഴിയാത്തതാണ് ഇവിടെ 2 പെൻറ്റക്കിൾ ഡെവിൽ എനർജി കാണിക്കുന്നത്. എപ്പോഴും സ്വപ്നം കാണുന്നു എന്ന് 2 കാർഡുകളാണ് പറയുന്നത്. മൂണും ഈ എസ് എന്ന കാർഡും, അത് സ്വപ്നത്തിനെയാണ് പറയുന്നത്. അയാൾ ഉറങ്ങുമ്പോൾ അരികിലെത്തുന്ന നായകൻ ഉറങ്ങുകയാണ്, സ്വപ്നത്തിലാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ നായകന് നിങ്ങളെപ്പോഴും അരികിലുണ്ടെന്ന് സ്വപ്നം കാണുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും സ്വപ്നം കാണുകയാണ് അവർ നിങ്ങളുടെ അരികിലുണ്ടെന്ന്. ഏതാണ് സംഭവിക്കുന്നത് അതുപോലെയൊക്കെ എടുത്തോളുക. നിങ്ങളാണോ സ്വപ്നം കാണുന്നത്, അവരാണോ? ഇവിടെ നമ്മൾ നോക്കുന്നത് അവരുടെ എനർജി ആയതുകൊണ്ട് അവരാണ് സ്വപ്നം കാണുന്നത്. എന്നാൽ ഈ സ്വപ്നങ്ങളൊന്നും നടക്കുന്നില്ല. വല്ലപ്പോഴും ഒന്ന് വന്ന് ഒന്ന് സ്നേഹിച്ചു പോകാനേ പറ്റുന്നുള്ളൂ. പക്ഷെ വരുമ്പോൾ നല്ല സ്നേഹം തരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് സ്നേഹം കിട്ടിയില്ലെങ്കിൽ ഒരു മടുപ്പാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇനി 3 സോഡ്സ് വന്നതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഒരു വ്യക്തിയുണ്ട് നിങ്ങൾക്കിടയിൽ. അത് സാഹചര്യമാവാം. ഇവിടെ പ്രണയം പങ്കുപറ്റുന്ന വ്യക്തി എന്ന് പറയുന്നത് പങ്കാളി ഉള്ളവരായിരിക്കാം. കുടുംബമാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. 3 വാണ്ട് വന്നാലാണ് കുടുംബമായിരിക്കാം മൂന്നാമത്തെ ആളെന്ന്. 3 പെൻറ്റക്കിൾ വന്നാൽ പറയാം പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ സഹപ്രവർത്തകരായിരിക്കാം, അല്ലെങ്കിൽ ജോലിയായിരിക്കാം പ്രശ്നം എന്ന് പറയാം. ഇതൊന്നും പറയാൻ പറ്റില്ല. 3 കപ്പ് വന്നാൽ ഒപ്പം പഠിക്കുന്നവർ, ഒപ്പം വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ കൂട്ടാളികൾ എന്ന് വേണമെങ്കിൽ പറയാം. അതൊന്നും പറ്റില്ല. 3 സോഡ്സാണ് വന്നിരിക്കുന്നത്. പ്രണയം പങ്കുപറ്റുന്ന മൂന്നാമത്തെ വ്യക്തി തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. അവർ കൊണ്ടുപോകുന്നത് ഹൃദയമാണ്, പിന്നെന്താ ചെയ്യുക? അതുകൊണ്ട് ഇതിന് പിടിവലി കൂടുന്ന ആൾക്കാരാണ്. പ്രേമത്തിന്, സ്നേഹത്തിന് വേണ്ടി എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ കാമുകിയായിരിക്കാം, അവർ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ അവർ ഭർത്താവായിരിക്കാം, നിങ്ങൾ കാമുകനായിരിക്കാം. 2 പേരും ഒപ്പത്തിനൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുമ്പോൾ അവരെന്തായിരിക്കും അവസ്ഥ? 2ൻ്റെ ഇടയിൽ കിടന്നിട്ട്. അതുപോലെയാണ് ഇവിടെ കാണുന്നത്. അവർക്ക് അവരും വേണം, നിങ്ങളും വേണമെന്നാ. അല്ലാതെ അവരെ വെറുപ്പല്ല, അവരീ സ്നേഹമാണ്. പങ്കാളി ഉണ്ടെങ്കിൽ അവരീ സ്നേഹമാണ്, നിങ്ങളീ സ്നേഹമാണ്. രണ്ടും നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഒരു സ്നേഹമാണ് ഇവിടെ കാണുന്നത്. ഒരാളെ അങ്ങ് ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്നോ, അല്ലെങ്കിൽ നിങ്ങളെ അങ്ങ് ഉപേക്ഷിച്ച് അവിടെ പോകാമെന്നോ അല്ല ചിന്തിക്കുന്നത്. 2 പേരെയും എനിക്ക് വേണം എന്നാണ്. അതുപോലുള്ളൊരു വ്യക്തിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് 2 കപ്പൊക്കെ വന്നിരിക്കുന്നത്. 4 വാണ്ട് എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് അടിത്തറ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 2 പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വന്നു പോയി നിങ്ങളെപ്പോഴും സ്വപ്നം കാണുന്നു എന്ന് പറയുന്നത്. മീനം രാശിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളോടുള്ളത് വൈകാരികമായ മാനസികമായ അടുപ്പാണ്. ശാരീരിക അടുപ്പം കുറവാണ്, എന്നാലും ഉണ്ടെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. എല്ലാ രീതിയിലും അടുത്തവർ തന്നെയാണ്. ലിയോ വന്നിട്ടുണ്ട്. ലിയോ വന്നതുകൊണ്ട് തന്നെ ശാരീരിക അടുപ്പമുണ്ട്. എന്നാലും കർക്കിടകം രാശിയാണ്. മനസ്സെപ്പോഴും കലങ്ങിക്കൊണ്ടിരിക്കും. ഒരു പുറന്തോടിനുള്ളിൽ ഒളിച്ചിരിക്കേണ്ട അവസ്ഥ വരും. പുറകോട്ട് സഞ്ചരിക്കേണ്ടി വരും. എപ്പോഴും ഈ നിലാവിനെ കാറും കോളും മേഘങ്ങളും ഇടിവെട്ടി പെയ്യുന്ന മഴയായിരിക്കാം. നിലാവ് കാണുകയില്ല. എന്നാൽ സണ്ണ് വന്നതുകൊണ്ട് അതിനൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാനും കൂടുതൽ സമയം നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാനും ഒരവസരം കൊടുക്കുന്ന സണ്ണാണ് ഇവിടെ വന്നിരിക്കുന്നത്. സണ്ണെന്ന് പറഞ്ഞാൽ ജോയ് ആൻഡ് ട്രൂത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹാപ്പിയായി ഇരിക്കാനും അത് സത്യമായിട്ടുള്ള പ്രണയമാവാനുമാണ് സാധ്യത. എന്നാൽ അതിൻ്റെ വിപരീതമാണ് മൂൺ പറയുന്നത്. ഇല്യൂഷൻ, ഇമോഷൻസ് ആൻഡ് ഷാഡോ എന്ന് പറയുന്നത്. മതിഭ്രമങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഭാവനയിൽ ഒരുപാട് കാണും, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളുണ്ടാവും. ഷാഡോ ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ ഒരു ഷാഡോ ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ഷാഡോ ആയിരിക്കാം പറയുന്നുണ്ടാവുക. ഇല്യൂഷൻ നിങ്ങളുടെ സങ്കല്പം, മായ, ഭാവന, മതിഭ്രമം എന്ത് വേണമെങ്കിൽ അതിന് മീനിങ് കൊടുക്കാം. പിന്നെ ഇമോഷൻസാണ്. മാനസികമായിട്ട് അടുപ്പം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ 2 ഓപ്പോസിറ്റാണെന്ന് മനസ്സിലായില്ലേ, സണ്ണും മൂണും. അതുപോലുള്ള ചിന്തകളാണ്. ചിലപ്പോൾ നല്ല ചിന്ത തോന്നും, ചിലപ്പോൾ നെഗറ്റീവായി ചിന്തിക്കും. അത് നിങ്ങളുടെ 2 പേരും ചിന്ത അങ്ങനെയാണ്. ഇനി മിസ്റ്ററി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പല കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ഇതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളറിയാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തിലുണ്ടാവും. അത് പങ്കാളികളുടെ മനസ്സിലായിരിക്കില്ല, പ്രവർത്തികളിലായിരിക്കില്ല. മറ്റൊരാൾ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടാവാം. നിങ്ങൾക്കിടയിൽ നിഗൂഢമായ എന്തോ കാര്യമുണ്ട്. ഇനി വേറൊന്ന് പറയാനുള്ളത്, കുറച്ച് നെഗറ്റീവായിട്ടാണ് പറയാനുള്ളത്. നിങ്ങളുടെ പങ്കാളി ഓൺലൈൻ വഴിയൊക്കെ പരിചയപ്പെട്ടവരാണെങ്കിൽ അവർക്ക് കുടുംബമൊന്നും ഇല്ല എന്നാണ് പറയുന്നത് എങ്കിൽ അവർ 2 മുഖമാണ് കാണിക്കുന്നത്, ഇരട്ടമുഖമാണ് കാണിക്കുന്നത്. ഹൈഡ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, നിഗൂഢമായ കാര്യങ്ങളുണ്ട്, നിങ്ങളെ മറയ്ക്കുന്ന കാര്യങ്ങളുണ്ട്. അതൊരു പക്ഷേ അവർക്ക് കുടുംബമുള്ളത് നിങ്ങളറിയാത്തതാവും.
അത് തെറ്റ് തന്നെയാണ്. നിങ്ങളവർ ബാച്ചിലറാണ് എന്ന് പറഞ്ഞിട്ടാവും പ്രണയിക്കുന്നുണ്ടാവുക. അവർക്കൊരു കുടുംബവും കുട്ടികളൊക്കെ ഉണ്ടാവും. അങ്ങനെ ആവുമ്പോൾ അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ വഞ്ചിക്കുന്ന ഒരവസ്ഥയല്ലേ. അതിനെയാണ് ഈ മിസ്റ്ററി എന്നൊക്കെ പറയുന്നത്. ആ വ്യക്തിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടോയെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക. നിങ്ങൾ ഈ കാണുന്നതെല്ലാം വെളുത്ത് കാണുന്നതെല്ലാം പാലാണെന്ന് വിചാരിക്കരുത്. കാണുന്നവരെല്ലാം നല്ലവരാണെന്നും വിചാരിക്കരുത്. മുഖം മൂടി വെച്ച ഒരാളെയാണ് ആദ്യം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ആൾക്ക് നിങ്ങളെ സ്നേഹമില്ല എന്നല്ല പറയുന്നത്. ആൾക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ട്, കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കല്ലേ കൂടുതൽ അവകാശം ഉണ്ടാവുക. നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അവർ കുടുംബമില്ലാത്തവരാണ്, എന്നാൽ അവരെ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളാണെങ്കിൽ വിവാഹത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. കാരണം വിവാഹത്തിന് കാത്തിരിക്കുന്നവരെ ഇവിടെ കാണുന്നുണ്ട്. ഫോർവേഡ് 2 കപ്പ്. ഇത് വിവാഹ നിശ്ചയ വിവാഹം എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നതെങ്കിൽ അവർക്കൊരു കുടുംബം ഉണ്ടെങ്കിൽ എന്തായിരിക്കാം നിങ്ങളുടെ മാനസികാവസ്ഥ? അതാണ് ഷാഡോസ് ഉണ്ട് എന്ന് പറയുന്നത്, മിസ്റ്ററിയാണ് എന്ന് പറയുന്നത്, മറഞ്ഞിരിക്കുന്ന സത്യങ്ങളുണ്ട്, നിങ്ങളതിലേക്കൊന്ന് ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത്, നിലാവ് കാണുന്നില്ല, ഇരുട്ടും മഴയാണ് എന്ന് പറയുന്നത്. അപ്പോൾ പല സൂചനകളിലൂടെ പ്രകൃതി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ മുഴുവനായി മനസ്സിലാക്കൂ എന്നാണ്. നായിക ഭയങ്കരമായിട്ട് നായകനെ പ്രണയിക്കുകയാണ്. ഒരു പക്ഷേ ഭാര്യ വേറെ പോയി അറിയുമായിരിക്കാം, ഭാര്യ ഉണ്ടെന്ന് അറിയുമായിരിക്കാം. അങ്ങനെ അവരിനി വരില്ല എന്ന് പറഞ്ഞാണ് കല്യാണത്തിന് ഒരുങ്ങുന്നത്. കല്യാണം തലേന്നാണ് അറിയുന്നത് നായകൻ്റെ ഭാര്യ തിരിച്ചു വന്നു എന്ന്. അതോടുകൂടി നായിക എന്തായി? അത്രയും കാലം കണ്ട സ്വപ്നങ്ങളെല്ലാം തകർന്നു. ഭാര്യ തിരിച്ചു വന്ന ഒരാളെ പോയി കല്യാണം കഴിക്കാൻ പറ്റിയില്ലല്ലോ. അതുപോലെയുള്ള എൻഡിങ്ങൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇത് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കുടുംബമുള്ള ആളെ ഒരിക്കലും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കില്ല. കുടുംബത്തിനാണ് അതിൻ്റെ അവകാശം. ചിലപ്പോൾ ഒരു നേരം കാണാനോ ഒരു ഫിസിക്കൽ റിലേഷനോ ഒരു മാനസികമായ അടുപ്പത്തിനോ മാത്രമേ അവിടെ സാധ്യതയുള്ളൂ. പിന്നെ ഇന്നത്തെ കാലത്ത് ഉപേക്ഷിച്ച് കല്യാണം കഴിക്കുന്നവരൊക്കെ ഉണ്ട്, യോജിച്ചു പോകാൻ കഴിയാത്തവരൊക്കെ. രണ്ടുപേർക്ക് കുടുംബം ഉണ്ടായിട്ട് അത് അറിഞ്ഞിട്ടാണ് സ്നേഹിക്കുന്നത് എങ്കിൽ ഈ നിഗൂഢതയെന്ന് ഇവിടെ പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നിഗൂഢത വന്നിട്ടുണ്ട്, അതിലെന്തോ കള്ളത്തരമുണ്ട്, അതാണ് പറയുന്നത്. എന്നാൽ പ്രണയമൊക്കെ സത്യസന്ധമാണ്. നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട്, നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്, നിങ്ങൾ മുജന്മ ബന്ധമാണ്, സോൾമേറ്റുകളാണ്, ടിൻ ഫ്ലെയിമാണ് എന്നൊക്കെ പറയുന്നുണ്ട്, ദിവ്യമായ ജോഡികളാണ്, സ്പിരിച്വൽ ജേണിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഇവിടെ വിരഹം കൊണ്ട് 5 കപ്പ് വന്നതുകൊണ്ടും 3 സോഡ്സായിട്ട് പ്രണയം പങ്കുപറ്റുന്ന മൂന്നാമത്തെ ഒരു വ്യക്തി ഉള്ളതുകൊണ്ടും മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ടും കർക്കിടകം രാശി നോ എന്ന് പറയുന്നത് കൊണ്ടും 6 വാണ്ട് ഇവരടിമയെ പോലെ ജീവിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടും മൂൺ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത് കൊണ്ടും ഒക്കെയാണ് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം. നിങ്ങളുടെ ബന്ധം എന്താണോ അതുപോലെയൊക്കെ എടുക്കുക. പക്ഷെ പങ്കാളിയെ കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് മുമ്പ് അവരെ മുഴുവനായിട്ട് മനസ്സിലാക്കുക. അതാണ് പറയാനുള്ളത്. അവർ കള്ളത്തരം കാണിക്കുന്നു എന്നോ നിങ്ങളുടെ ബന്ധത്തിൽ കള്ളത്തരം ഉണ്ടോയെന്നോ പോസിറ്റീവ് മെസ്സേജിൽ ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തെങ്കിലും അവർ മറക്കുന്നുണ്ടോ നിങ്ങളോട് എന്നുള്ളതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളോട് പറയാത്തത് ചിലപ്പോൾ നിങ്ങളെ നഷ്ടമായാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും കള്ളത്തരം കാണിക്കുന്നുണ്ടാവുക. മുഖംമൂടി വെച്ചിട്ടുള്ള ഒരാളാണ്, ഹൈഡ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടെന്ന് ഉറപ്പായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ എന്ന് ഡെത്ത് കാർഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പ്രണയിക്കുന്നില്ല എന്നോ അത് സത്യമുള്ളതല്ല എന്നോ അല്ല പറയുന്നത്. നിങ്ങൾക്കിടയിൽ പ്രണയത്തിന് വിലക്കായി വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊന്ന് നിങ്ങൾ അറിഞ്ഞു വയ്ക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവായ മെസ്സേജും ഉണ്ട്, കുറച്ച് നെഗറ്റീവും സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ വെളിച്ചത്തിൻ്റെ രാജകുമാരനായ സൺ വന്നതുകൊണ്ട് തന്നെ നിങ്ങളതെല്ലാം മനസ്സിലാക്കും. അവരെന്തെങ്കിലും നിങ്ങളോട് ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തന്നെ അത് തുറന്ന് പറയും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. വല്ലാതെ എന്താണെന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ എന്തൊക്കെയോ ചിലത് നിങ്ങൾ അറിയാത്തതുണ്ട്. എന്നാൽ സണ്ണ് വന്നതുകൊണ്ട് തന്നെ ഇന്നൊരു റീയൂണിയൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്ന് വിളിക്കാൻ സാധ്യതയുണ്ട്. ഭാഗ്യം, ഐക്യം, വിജയം. ഞാൻ പറഞ്ഞില്ലേ, മൂണിൻ്റെ നേരെ വിപരീതമാണല്ലോ സണ്ണ്. മൂൺ എന്തൊക്കെ നിങ്ങളെ മുടക്കുന്നു അതെല്ലാം മാറിയിട്ട് നിങ്ങളിലേക്ക് വരും എന്ന് പറയുന്ന കാർഡാണ് സണ്ണ്. 5 കപ്പ് ഭയങ്കര വിരഹത്തിനെയാണ് പറയുന്നത്. നഷ്ടബോധമാണ്, എനിക്കിത് കിട്ടില്ല എന്നുള്ള വിധത്തിൽ ഇരിക്കുന്ന ആളാണ്. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാം ഓക്കെ ആവുമെന്ന് എസ് എന്ന കാർഡും സണ്ണും കൂടി പറയുന്നുണ്ട്. 4 വാണ്ട് 2 കപ്പ് ഇതെല്ലാം എസ് എന്ന കാർഡാണ്. നിങ്ങളറിയാത്ത എന്തൊക്കെ രഹസ്യം അവർക്കുണ്ട്, അതാണ് എനിക്കിന്ന് പറഞ്ഞു തരാനുള്ളത്. എന്തൊക്കെ പോസിറ്റീവായ മെസ്സേജുകൾ തന്നാലും എന്തോ അവർ നിങ്ങളിൽ നിന്ന് ഒളിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടും ഇവിടെ എനർജി വന്നിട്ടുണ്ട്. അതെന്താണെന്നൊന്ന് കണ്ടുപിടിക്കുക. സാമ്പത്തിക പ്രശ്നമാണോ, ജോലിയിലത്തെ പ്രശ്നമാണോ, ഹെൽത്ത് ഇഷ്യൂ ആണോ, പങ്കാളിയുടെ പ്രശ്നമാണോ, അതോ വിവാഹിതനായിട്ട് അല്ല എന്ന് പറഞ്ഞതാണോ, എന്തായാലും അല്ലെങ്കിൽ കല്യാണത്തിന് വീട്ടുകാർ നിർബന്ധിച്ച് അതിലേക്ക് പോവാൻ
തയ്യാറായി നിൽക്കുകയാണോ? എന്തോ ഒരു രഹസ്യം ഇവിടെ ഉണ്ട്. എന്നാൽ നിങ്ങളെ പിരിയുക എന്നുള്ളതോ അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിക്കുക എന്നുള്ളതോ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. രണ്ടും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് മനസ്സിലാക്കൂ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതൊക്കെയാണ് പോസിറ്റീവായ മെസ്സേജ്. ഭാവി നിങ്ങൾക്ക് ഒന്നാവാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് നെഗറ്റീവ് പറയാം. നെഗറ്റീവ് പറയുന്നത് ഡ്രാമ കളിക്കുകയാണ്. ഡ്രാമ കളിക്കുന്ന കാർഡ് 3-4 മറ്റൊരു ഓപ്ഷനിലേക്ക് പോയി വിവാഹത്തിനാണ് പോയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. നിങ്ങളോട് ഭയങ്കരമായി അഭിനയിക്കുകയായിരുന്നു, നിങ്ങളെ പറ്റിക്കുകയായിരുന്നു, നല്ലപോലെ മദ്യപിക്കുന്ന ആളാണ് എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളെ ഒരു വില തരാത്ത വ്യക്തിയാണ്, ലീഡർഷിപ്പായിരുന്നു, അടക്കി ഭരിക്കുകയായിരുന്നു, നിങ്ങളെ സാമ്പത്തികമായിട്ട് ഊറ്റിയിട്ടുണ്ട്, ശാരീരികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന വിചാരമൊന്നും ഉണ്ടായിരുന്നില്ല, ഉപയോഗിക്കുകയായിരുന്നു. ഡെത്ത് സംഭവിച്ചു. ഇപ്പോൾ എൻഡായി, മൂന്നാമത്തെ വ്യക്തിയിലേക്ക് പോയി. 3 സോട്സ് അതാ പറയുന്നത്. ഒന്നിൽ കൂടുതൽ പ്രണയങ്ങൾ, ആസക്തികൾ, സണ്ണതാ പറയുന്നത്. നോ എന്നാണ് കർക്കിടകം രാശി പറയുന്നത്. യെസ് എന്ന കാർഡ് പറയുന്നു. നിങ്ങളതിൽ നിന്ന് പുറത്തു കിടക്കൂ. ഞാൻ പറഞ്ഞല്ലോ, ഇല്യൂഷനാണ് നിങ്ങളുടെ, മതിഭ്രമങ്ങളാണ്, മായക്കാഴ്ചകളാണ്, ഭാവനകളാണ്, സങ്കല്പമാണ്. അതിൽ നിന്ന് അങ്ങ് പുറത്ത് കിടക്കുക. എന്നിട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നമ്മളെ ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കൂ എന്നാണ് ഡെത്ത് പറയുന്നത്. നിങ്ങളെ ദോഷം ചെയ്യുന്ന കാര്യമായിരുന്നു ഇയാളോടുള്ള റിലേഷൻഷിപ്പ്. അതങ്ങ് ഉപേക്ഷിക്കൂ, പുറത്തേക്ക് വലിച്ചെറിയൂ എന്നാണ് ഡെത്ത് കാർഡ് പറയുന്നത്. നിങ്ങൾക്ക് നഷ്ടവും വിരഹവും സങ്കടമാണല്ലോ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ജ്യോതിഷത്തിൽ ചില ആളുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്തിനെ നോക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഹെൽത്തിന് കുജൻ വന്നു കഴിഞ്ഞാൽ ബ്ലഡാണ്, നിങ്ങളുടെ രക്തം. നിങ്ങൾക്ക് രക്തമില്ലെങ്കിൽ അനീമിക്കാണ്, രക്തക്കുറവ് പല രോഗങ്ങളും ഉണ്ടാക്കും. നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല, എനർജി ഉണ്ടാവില്ല. അതൊക്കെ തരുന്ന ആളാണ് കുജൻ. എന്നാൽ നിങ്ങളുടെ നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ തരുന്ന ആളാണ് രാഹു. അങ്ങനെ ആവുമ്പോൾ രാഹു വിപരീതമായിട്ട് നിന്ന, ജ്യോതിഷത്തിൽ വിപരീതമായിട്ട് നിന്ന നിങ്ങളുടെ രക്തമാണ് കുറഞ്ഞു വരിക. ഈ കുജന് രാഹു എന്ന് പറഞ്ഞ ശത്രുവാണ്. അത് നിങ്ങളുടെ ഹെൽത്തിനെ എങ്ങനെയാണ് ബാധിക്കുകയെന്ന് വെച്ചാൽ രക്തം കുറയാൻ തുടങ്ങും. ഈ ശത്രു മനോഭാവം കാരണം നിങ്ങളുടെ ദേഹത്ത് രക്തം കുറയാൻ തുടങ്ങും. അത് സംബന്ധമായ അസുഖങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ജ്യോതിഷത്തിൽ ഹെൽത്ത് നോക്കുന്നത്. പുരുഷന്മാരാണെങ്കിൽ അനീമിക്കായി മാറിക്കൊണ്ടിരിക്കും, രക്തം കുറഞ്ഞുകൊണ്ടേയിരിക്കും. സ്ത്രീകളാണെങ്കിൽ അമിത ആർത്തവം ഉണ്ടാവാൻ തുടങ്ങും, ബ്ലഡ് അങ്ങനെ പോകും. അതാണ് ഈ 2 ആളുകൾ നിന്ന് കഴിഞ്ഞാൽ, ദോഷമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഇവിടെ ഈ 2 ശത്രുക്കളും വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഹെൽത്ത് അല്ല, മറ്റു കാര്യങ്ങളാണ് നോക്കുന്നതെങ്കിൽ നിഗൂഢമായ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് എന്നാണ് പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. അതിനു മുമ്പ് പറയാനുള്ളത്, നിങ്ങളുടെ മാത്രം കാര്യം അറിയണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. കാർഡിൻ്റെ അർത്ഥങ്ങളല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നില്ല. ഇല്ലാത്തൊരു ദൈവത്തിൻ്റെ പേര് തക്കുടു കുക്കുടു എന്നൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തരികടയും ഇവിടെ ഇല്ല. ഇനി കുറേ തിരക്കാണെന്ന് പറയുന്നില്ല. നിങ്ങൾ വരുന്നു, ക്യാഷ് അടയ്ക്കുന്നു, അതിനുശേഷം ഞാൻ 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ റീഡിംഗ് തരുന്നു. പരിഹാരം വേണമെങ്കിൽ ചെറിയൊരു തുക. വേറെയുള്ള റീഡർമാരൊക്കെ പറയുന്നു നിങ്ങൾക്ക് താങ്ങില്ല എന്നാണ് പരിഹാരം പറഞ്ഞുതരാനുള്ള തുക. അപ്പോൾ 30,000 50,000 ഒക്കെ അവർ ചോദിക്കുന്നുണ്ടാവുക. ഇവിടെ 500 രൂപയെ ചോദിക്കുന്നുള്ളൂ. പക്ഷേ അമ്പലങ്ങളിൽ ചെയ്യുന്ന പൂജകളാണ്, ഉടായ്പൊന്നും ഇവിടെ പറഞ്ഞു തരില്ല. മറ്റു മതമാണെങ്കിൽ പള്ളികളിൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കും. അത് ക്രിസ്തീയ മതത്തിലുള്ള ആളുകൾക്ക്. മറ്റുള്ളവർക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാറില്ല. മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാറില്ല. അവർക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, അമ്പലങ്ങളിൽ ചെയ്യുന്ന വഴിപാട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ സമീപിക്കാം. ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ ആ അമ്പലവുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് പണം അടച്ചാൽ മതി, ചെയ്യും. അവിടെ മതമൊന്നുമില്ല, ചെയ്തോളും. നിങ്ങളുടെ പേരും നാളും പറഞ്ഞിട്ട് ചെയ്തു കൊടുക്കും. നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലെങ്കിലും അവരവിടെ ചെയ്തോളും. വേണമെങ്കിൽ സമീപിക്കുക. എനിക്കന്ന് 18 വയസ്സാണ്. ഭർത്താവിന് വലിയൊരു കുടുംബമാണ്. 3 സഹോദരിമാരുണ്ട്, ജ്യേഷ്ഠനുണ്ട്, അമ്മയുണ്ട്, മുത്തശ്ശിയുണ്ട്. വലിയൊരു വീട്ടുകാരാണ് അവർ. അപ്പോൾ അതിനിടയിലാണ് നമ്മൾ താമസിക്കുന്നത്. കൂട്ടുകുടുംബമായിട്ട് കഴിയുകയാണ്. പക്ഷേ പെങ്ങന്മാർ, ഒരേട്ടനും ഒരു പെങ്ങളും പുറത്താണ്, അവരുടെ ഫാമിലി. അങ്ങനെ കഴിയുമ്പോൾ മൂത്ത പെങ്ങൾ ആദ്യ പ്രസവത്തിന് വേണ്ടി ഭർത്താവിൻ്റെ വീട്ടിൽ വരികയാണ്. എനിക്കന്ന് 10-18 വയസ്സേ ഉള്ളൂ. അവരെന്നേക്കാൾ 10-12 വയസ്സ് മുതിർന്ന ആളാണ്. എങ്കിലും ഏടത്തിയമ്മയെന്ന് എന്നെയും ഞാനവരെ ചേച്ചിയെന്നും വിളിക്കും. എന്തൊക്കെ പറഞ്ഞാലും നാത്തൂനല്ലേ, കുറച്ച് കുശുമ്പൊക്കെ ഉണ്ടാവുമല്ലോ. അവരുടെ ഏട്ടൻ്റെ സ്നേഹിക്കാൻ മറ്റൊരാൾ വരിക, അധികാരം മറ്റൊരാൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഒരു ചെറിയ അസൂയ എല്ലാ പെങ്ങന്മാർക്കും ഉണ്ടാവും. അത് ഇവർക്കും ഉണ്ട്. അങ്ങനെ ഞാനൊരു ദിവസം ഗുരുവായൂർ ഏകാദശി നോൽക്കുകയാണ്. അപ്പോൾ ഇവർക്കിതൊന്നും താല്പര്യമില്ല. ഈ 10-18 വയസ്സായ പെണ്ണ് സ്പിരിച്വൽ
അവസ്ഥയിൽ മുന്നോട്ട് പോവുക, നോൺ വെജ് കഴിക്കാതിരിക്കുക, നോമ്പൊക്കെ നോൽക്കുക, പ്രാർത്ഥിക്കുക, ഇതൊന്നും അവർക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരതൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. എന്തായാലും ഗുരുവായൂർ ഏകാദശി നോറ്റ എന്നെ ഒരു പണി തരാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അപ്പോൾ പകലൊക്കെ ഞാൻ പഴമോ അങ്ങനെ എന്തോ കഴിച്ച് പകലൊക്കെ കഴിച്ചു കൂട്ടി. രാത്രി ഞാൻ 2 ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി മാവെടുത്ത് കുഴയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞു, ഏടത്തിയമ്മ എന്തിനാ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്? ധാരാളം ചോറ് ഇരിക്കുന്നുണ്ടല്ലോ, അത് വേസ്റ്റ് ആവില്ലേ? ഒന്നാമത് നിങ്ങൾ കുട്ടിയല്ലേ, ഇപ്പം തന്നെ നോമ്പും പ്രാർത്ഥനയൊക്കെ എന്താ ആവശ്യം എന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് കളിയാക്കി പരിഹസിച്ചു. എന്തായാലും എൻ്റെ രാത്രി ഭക്ഷണം അവർ മുടക്കി. അപ്പോൾ സാധാരണ എല്ലാവരും കഴിക്കേണ്ട സമയമായപ്പോൾ ഇവരെ എൻ്റെ ബെഡ്റൂമിൽ വന്ന് ഏടത്തിയമ്മ ഊണ് കഴിക്കാൻ വരുമെന്ന് പറഞ്ഞ് അവർ വിളിച്ചു. അമ്മായിയമ്മ വന്ന് വിളിച്ചു, വാ കഴിക്കുക എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ ഇറങ്ങി വന്നില്ല. എനിക്കന്ന് നോമ്പാണല്ലോ. അപ്പോൾ ഞാൻ രാത്രി എന്നല്ല, അന്ന് പകലൊന്നും ഞാൻ ഊണ് കഴിച്ചിട്ടില്ല. വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പട്ടിണി കിടന്നു. അതവിടെ തീർന്നു. ഇവരെ പ്രസവം കഴിഞ്ഞ് ഭർത്താവിൻ്റെ ജോലി സ്ഥലത്തേക്ക് മടങ്ങി. അങ്ങനെ പിന്നീട് അവർ വരുന്നത് 2-3 കൊല്ലത്തിന് ശേഷമാണ്. ആ കുടുംബത്തിൽ ആദ്യമായിട്ടൊരു ആൺകുട്ടി ഉണ്ടായിരിക്കുകയാണ്. അതെനിക്കാണ്. അപ്പോൾ എൻ്റെ മൂത്ത മകൻ ജനിച്ച് അത് വലിയ ആഘോഷമായിട്ടാണ് അവർ കൊണ്ടാടുന്നത്. കാരണം ഏട്ടന് 2 പെൺകുട്ടികളാണ്, ഈ പറയുന്ന പെങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്, രണ്ടാമത്തെ പെങ്ങൾക്ക് ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആദ്യമായി ജനിച്ചിട്ടുള്ള ഒരു ആൺകുട്ടി എന്നുള്ള നിലയ്ക്ക് വലിയ ആഘോഷത്തോടു കൂടിയൊക്കെ ഗുരുവായൂർ പോകാൻ തീരുമാനിച്ചു. വണ്ടിയൊക്കെ വിളിച്ച് ഏർപ്പാടാക്കി. ഇവരുടെ കുടുംബത്തിലെ ആരൊക്കെയുണ്ട്, പെങ്ങന്മാരൊക്കെ ഫാമിലിയോട് കൂടി വന്നു, ഏട്ടനും ഫാമിലിയോട് കൂടി വന്നു. അവരൊക്കെ പുറത്താണ്. എന്തായാലും തലേന്ന് തന്നെ ഗുരുവായൂർ പോയി റൂമെടുത്ത് അന്നത്തെ സന്ധ്യ ദീപാരാധന തൊഴുത് പിറ്റേന്ന് രാവിലെ ചോറ് കൊടുക്കുക എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ യാത്രയാവുന്നു. അങ്ങനെ ഗുരുവായൂർ നടക്കിൽ ചെന്ന് ഇറങ്ങുന്നു. എല്ലാവരും ഇറങ്ങുന്നു. ഹോട്ടലിലേക്ക് പോകണം. അങ്ങനെ ആ നടക്കിൽ ചെന്ന് ഇറങ്ങിയോടുകൂടി ഇവരുടെ മുഖഭാവം ആകെ മാറാൻ തുടങ്ങി. ഈ മൂത്ത പെങ്ങളെ, എൻ്റെ ഗുരുവായൂർ ഏകാദശി മുടക്കിയ ആൾ, ഇവർ നിന്നിട്ട് കരയാനങ്ങ് തുടങ്ങി. ആ നടക്കിൽ നിന്നിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താ ചേച്ചി കരയുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നിട്ട്, ഇത്രയും കാലത്തിന് ശേഷം നിന്നെ കാണാൻ വന്നിട്ട് എന്നെ കാണാൻ സമ്മതിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കരയുന്നത്. അവരവിടെ മെൻസസ് ആയിരിക്കുകയാണ്, പീരീഡ് ആയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഗുരുവായൂർ ഭഗവാനെ തൊഴാൻ വരുന്നത്. അപ്പോൾ അവർക്ക് അവിടേക്ക് പ്രവേശനം ഇല്ല എന്നങ്ങ് ഭഗവാൻ പറഞ്ഞു. പിന്നെ ഹോട്ടലിലെ മുറിയിൽ ഇരുന്ന് കരച്ചിലാണ്, ഹൃദയം പൊട്ടി കരയാണ് ഇവർ. ഭഗവാനാണ് വിലക്കിയിരിക്കുന്നത്, നീ എന്നെ കാണാൻ വരരുത് എന്ന്. കാരണം ഗുരുവായൂർ ഏകാദശി നോൽക്കാൻ നിന്ന എന്നെ അന്ന് പട്ടിണിക്കിട്ടത് ഇവരാണ്. അപ്പോൾ അതിന് ഉള്ള ആ ഒരു ശിക്ഷയാണ് അവിടെ കൊടുത്തത്. നമ്മളല്ല ചെയ്യുന്നത്, ഇതെല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പല അനുഭവങ്ങളും എനിക്കിങ്ങനെ ഉണ്ട്. ദയവായി എന്നോട് വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇവിടെ വന്ന് എൻ്റെ റീഡിങ് കാണാതിരിക്കുക, നെഗറ്റീവ് കമൻറ്റുകൾ ഒഴിവാക്കുക. നിങ്ങൾക്കത് ദോഷമായി മാറുമെന്ന് ഞാൻ ഇതുകൊണ്ടാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാൻ. ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിച്ചു തരികയാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പായും വിശ്വാസമുണ്ട്, ഇവിടെ കിട്ടുന്ന കാർഡുകൾ, ഇവിടെ കിട്ടുന്ന എനർജി ഞാൻ വിശ്വസിക്കുന്ന ആ ഭഗവാനാണ് തരുന്നത്. അതിൽ നിങ്ങൾ അവിശ്വസിക്കാതിരിക്കുക. നിങ്ങളുടെ അനുഭവം രണ്ടും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, ഒന്ന് മാത്രമല്ല. ഇതിൽ രണ്ടിലേതാണോ അതുപോലെ നിങ്ങൾ മുന്നോട്ട് പോവുക. പോസിറ്റീവാണെങ്കിൽ അവരെ കാത്തിരിക്കാം, നെഗറ്റീവാണെങ്കിൽ അവരിൽ നിന്ന് മാറിപ്പോവുക. ഇതെങ്കിലും നിങ്ങളൊന്ന് മിനിമം മനസ്സിലാക്കുക. പിന്നെ നിങ്ങളുടെ കാര്യം മാത്രം ഇവിടെ വന്നാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരും, നെഗറ്റീവായാലും പോസിറ്റീവായാലും. ഞാൻ പറഞ്ഞില്ലേ, ഈ കാർഡുകൾ വരുന്നത് മറ്റൊരു ശക്തി തരുന്നതാണ്. അത് ഞാൻ കള്ളത്തരം പറയാൻ പാടില്ല, അത് തന്നെ നിങ്ങളോട് പറയും. കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വരിക. ഫീസും കാര്യങ്ങളൊക്കെ 2 മെസ്സേജുകൾക്ക് ശേഷം ഞാൻ പറയും. എനിക്ക് അപാര ശക്തി ഉണ്ടെന്നല്ല പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നു ഭഗവാനിൽ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ടായിരിക്കാം നമ്മളെ കരയിക്കാൻ നോക്കുന്നവരെ ഭഗവാൻ കരയിക്കുന്നത്, അത്രേ പറയുന്നുള്ളൂ. മെസ്സേജ് വരും എന്നാണ് പറയുന്നത്. നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഭഗവാനായിരിക്കും എനിക്ക് കാണിച്ചു തരുന്നുണ്ടാവുക. മെഡിറ്റേഷൻ മെസ്സേജ് എം എന്ന അക്ഷരം റിപ്പീറ്റായി വന്നു. ഇനി രാധ വന്നു, മെമ്മറീസുമായിരിക്കുന്ന രാധ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മന്ത്രദീക്ഷ എടുത്തു എന്ന് പറഞ്ഞില്ലേ, ഒരു ഗുരുനാഥൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ മന്ത്രദീക്ഷ എടുത്തത്. അയാളോട് ഈ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഭഗവാന്റെ സാന്നിധ്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, മുജ്ജന്മത്ത് അതൊക്കെ പറയാൻ കഴിവുള്ള ഒരു സന്യാസിയാണ് അദ്ദേഹം. എന്നോട് പറഞ്ഞു, പോയ ജന്മങ്ങളിൽ എപ്പോഴോ നീ ഒരു സന്യാസിനി ആയിരുന്നു, അതുകൊണ്ടാണ് നീ നോൺ വെജൊന്നും കഴിക്കാത്തത്
എന്നാൽ ചില പാപകർമ്മങ്ങൾ ഉള്ളതുകൊണ്ടാണ് കുടുംബജീവിതവുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മളിതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്തോ ഒരു സ്പിരിച്വൽ ജേണി എൻ്റെ ഏതോ ഒരു ജന്മത്തുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാക്കിയായിരിക്കണം ഭഗവാന്റെ ഒരു അനുഗ്രഹം എനിക്കെപ്പോഴും അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഞാനും ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് വേദനകളും ദുഃഖങ്ങളും നിങ്ങളൊക്കെ അനുഭവിക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അതൊന്നും സ്വർഗ്ഗമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ചില കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. ഈ കാർഡുകളിൽ തന്നെ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത്. എല്ലാവർക്കും അതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം. ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് അമിതാർത്തവാണ്. ബ്ലഡ് ഇല്ല എന്ന് പറയുന്നുണ്ട്, കരൾ രോഗങ്ങൾ പറയുന്നുണ്ട്, അമിത മദ്യപാനം പറയുന്നുണ്ട്, ഉന്മാദം പറയുന്നുണ്ട്, വിഷാദ രോഗം, നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ, വാതരോഗം പറയുന്നുണ്ട്. ഇതൊക്കെയാണ് അസുഖമായിട്ട് വന്നിരിക്കുന്നത്. ഇനി പ്രധാനമായിട്ടും ഒന്ന് പറയാൻ്റെ ഗർഭാശയ അണ്ഡാശയ സ്ഥാന ഫൈബ്രോയിഡുകൾ വന്നിട്ടുണ്ട്. ഇനി ജോലി പറയുന്നത് സർക്കാർ ജോലികൾ, പോലീസ്, പട്ടാളം, ജ്വല്ലറി വ്യാപാരം, ഗോൾഡ് സ്മിത്ത്, ബാങ്ക്, ഇതൊക്കെയാണ് ജോലി. പൊതുവായ കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കാളിയിൽ നിന്നൊരു മെസ്സേജ് വരും എന്ന് മെസ്സേജ് പറയുന്നുണ്ട്. എം എന്ന അക്ഷരം 3 തവണയാണ് വന്നിരിക്കുന്നത്. മെസ്സേജ് മെമ്മറീസ് മെഡിറ്റേഷൻ. അപ്പോൾ എം എന്ന അക്ഷരം ആർക്കെങ്കിലും ഉണ്ടോ? മോണിൽ എം ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് തവണയാണ് എം വന്നിരിക്കുന്നത്. ആർക്കെങ്കിലും എം എന്ന അക്ഷരമായി വല്ല ബന്ധമുണ്ടോ? അതാണ് ചോദിക്കാനുള്ളത്. ഇനി അവിചാരിത യാത്രകൾ പറയുന്നുണ്ട്, ഒരു മരണം കേൾക്കും എന്ന് പറയുന്നുണ്ട്, വെള്ളത്തിലെ അപകടം പറയുന്നുണ്ട്, നിങ്ങളെ മാനസികമായി കുറച്ച് തളർത്തുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്, സന്തോഷിപ്പിക്കുന്ന കാര്യം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്, ഭൂമി, വസ്തു, വാഹനം ഇതൊക്കെ വാങ്ങാനുള്ള സാധ്യത, വിവാഹനിശ്ചയ, വിവാഹം, ഇതൊക്കെയാണ് പൊതുവായ കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ 1000 രൂപ അടയ്ക്കുക, എന്നെ സമീപിക്കുക, ഒരു വിഷയത്തിന് 3 ചോദ്യം ചോദിക്കുക, ലവാണെങ്കിൽ 2 പേരെ കാര്യം മാത്രം ചോദിക്കുക. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കൂടുതൽ പണം അടയ്ക്കണം. 2 വിഷയമൊക്കെ അറിയണം, 3 വിഷയമൊക്കെ അറിയണമെങ്കിൽ കൂടുതൽ പണം അടയ്ക്കണം. എന്നാൽ പരിഹാരത്തിന് 500 രൂപയാണ് വാങ്ങുന്നത്. അമ്പലങ്ങളിൽ ചെയ്യുന്നത്, പള്ളികളിൽ ചെയ്യുന്നത്, ലവ് സ്പെല്ല്, മന്ത്രങ്ങൾ, ഇതൊക്കെയാണ് പറഞ്ഞു തരുന്നത്. ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ പ്രൈവറ്റ് റീഡിങ്ങിന് വരികയാണെങ്കിൽ ആദ്യം ഹായ് എന്ന് മാത്രമേ അയക്കാൻ പാടുള്ളൂ. ഞാൻ എൻ്റെ ഡീറ്റെയിൽ തരും. പണം അടയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം പണം അടയ്ക്കുക. അതിനുശേഷം മാത്രമാണ് പിന്നീടുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ സമ്മതിക്കൂ. അല്ലാതെ ആവശ്യമില്ലാതെ ആദ്യം തന്നെ വന്ന് കുറേ വോയിസ് അയയ്ക്കുക അല്ലെങ്കിൽ കുറേ മെസ്സേജ് അയയ്ക്കുക, ഇതൊന്നും എൻ്റെ റീഡിങ്ങിൽ പാടില്ല, ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ക്യാഷ് അടയ്ക്കുക. അതിനുശേഷം ഞാൻ പറയും വിളിച്ച് സംസാരിച്ചോളാൻ. അതിനുശേഷം 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ റീഡിങ് തരും. ഇതാണ് എൻ്റെ റീഡിങ്ങിൻ്റെ രീതി. താല്പര്യമുണ്ടെങ്കിൽ മാത്രം സമീപിക്കുക. ഉള്ളതുപോലെ പറയും. ഞാൻ പറഞ്ഞു, ഇവിടെ കാർഡുകൾക്ക് ഭയങ്കര ശക്തിയാണ്. നിങ്ങൾക്ക് കേൾക്കാനുള്ള കാര്യം മാത്രമേ ഇവിടെ കിട്ടൂ. അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. തരുന്നത് മറ്റൊരു ശക്തിയാണ്. നിങ്ങൾ കേൾക്കേണ്ട കാര്യം മാത്രമേ തരൂ. ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ എന്നാണ്. മനസ്സിലാക്കിയോ അതോ മനസ്സിലാക്കിയില്ലേ? അട്രാക്ഷനുണ്ട്. ഫോർഗീവ് ആൻഡ് ലേണിംഗ്. മറക്കുക പൊറുക്കുക മാത്രം ചെയ്താൽ പോരാ, അതിനൊരു പാഠം കൂടി പഠിക്കണം. മേക്ക് ദി എഫർട്ട് എന്ന് പറയുന്നത് ആ മെസ്സേജ് തന്നെയാണ് 2 പെൻറ്റക്കിൾ 3 ഒക്കെ പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തിലുണ്ട് അതൊന്ന് അറിയൂ. എന്തൊക്കെ പ്രശ്നങ്ങളുള്ളതുപോലെ തോന്നുന്നുണ്ട്, എഫർട്ട് എടുക്കണമെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാൻ കാരണം അത് തന്നെയാണ് മാലാഖിയും പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഈ കാർഡുകളിൽ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പരിഹാസത്തോടുകൂടി, വിപരീതമായ ചിന്തയോടുകൂടി, ഇനി നമ്മളോടുള്ള വൈരാഗ്യത്തോടുകൂടി വന്ന് കാണാതിരിക്കുക. അത് നിങ്ങൾക്കാണ് ബലം ഉണ്ടാവുക. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അത് നിങ്ങൾക്ക് അങ്ങ് സംഭവിക്കും. അപ്പം അങ്ങനെ വരാതിരിക്കുക. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഞാനിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. തീരുമാനം മറ്റൊരാളുടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നടക്കേണ്ടവർ പലരും റീയൂണിയൻ ഉണ്ടായി വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും നടക്കുന്നില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതായിരിക്കില്ല. അങ്ങനെയും സമാധാനിക്കണമല്ലോ. ഒരാൾക്ക് ഒരാളെ പറഞ്ഞിട്ടുണ്ട്, അത് ദൈവനിശ്ചയമാണ്. അതിനപ്പുറം നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അതുകൂടി മനസ്സിലാക്കുക. വിധി എന്നൊരാളുണ്ടല്ലോ, അവരാണ് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അത് മാറ്റാൻ ഒരാൾക്കും സാധിക്കില്ല. ഭഗവാന് പോലും ഒരാളുടെ വിധിയെ തിരുത്താൻ കഴിയില്ല എന്നാണ് പറയുക. അവരതിലൂടെ തന്നെ കടന്നു പോകണം. അപ്പം പിന്നെ കേവല മനുഷ്യരായ നമ്മൾ ആഗ്രഹിക്കാനല്ലേ പറ്റൂ, നടന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ടാരോ റീഡർമാരുടെ താഴെ കമൻറ്റ് ഇട്ടിട്ട് കാര്യമുണ്ടോ? ഐ ഹേറ്റ് യു എന്നാണ് പറയുന്നത്. ഉറപ്പാണ്. മെമ്മറീസ് വീണ്ടും എം വന്നു അല്ലേ.
രാധയും മെമ്മറീസുമായിട്ടാണ് നിൽക്കുന്നത്. മാരേജ് വന്നു. എമ്മിന് ഇന്ന് എന്തോ പറയാനുണ്ട് നിങ്ങളോട്. മൂൺ വന്നു, മാരേജ്, മെമ്മറീസ്, മെസ്സേജ്, മെഡിറ്റേഷൻ, ഒരുപാട് എം വന്നു. അപ്പോൾ എം എന്ന അക്ഷരമുള്ള ആരോ നിങ്ങളെ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാത്തിരിക്കുന്നുണ്ട്, വിരഹം അനുഭവിക്കുന്നുണ്ട് എന്നായിരിക്കാം പറയുന്നുണ്ടാവുക. അതാണ് എം ഒരുപാട് തവണ വന്നതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. ഒരു കൗതുകത്തിനാണ് പറയുന്നത്. എമ്മിൽ തുടങ്ങുന്ന പേരുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്കുള്ളതായിരിക്കാം ഈ റീഡിങ്. അപ്പോൾ എല്ലാവരുടെ കൂടി സർവേശ്വരൻ ഉണ്ടാവട്ടെ, എല്ലാവരുടെ ആഗ്രഹവും നടക്കട്ടെ. നിങ്ങൾക്ക് അർഹത ഉള്ളതാണെങ്കിൽ മാത്രം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഇല്യൂഷൻ മാത്രമാവരുത്, പ്രണയമാവണം, അത് മനസ്സിലാക്കുക. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചെറിയ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്കൊക്കെ അറിയുന്നൊരു സ്ഥലമാണ്, ശ്രീകൃഷ്ണപുരമാണ്. വിഷുപ്പടക്കം പൊട്ടിച്ചതാണ്. ഒരു യുവാവ്, ചെറുപ്പക്കാരനാണ്, കയ്യിലിരുന്ന ഗുണ്ടേ കത്തിയിട്ട് പൊട്ടിയിട്ട് മരിച്ചു എന്നാണ് വാർത്ത കേട്ടത്. അപ്പോൾ മരണത്തിൻ്റെ വാർത്ത കേട്ടു. ഇനി കൂടുതൽ കേൾക്കാതിരിക്കട്ടെ. അതുകൊണ്ടാണ് വിഷു ദിവസമായ ഇന്നലെ ഡെത്ത് കാർഡ് മാറ്റി വെച്ചിട്ടും അത് തന്നെ വന്നത്. ഇനി ഇന്നും ഡെത്ത് കാർഡ് തന്നെ വന്നത്. ആ വാർത്ത ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് കേട്ടത്. ഈ വാർത്തയിൽ ആ കാർഡിൻ്റെ ബലം തീരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കൂടുതൽ അപകടങ്ങളൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണിതൊക്കെ.